ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന ഓണം സ്പെഷ്യൽ സദ്യയുടെ മെയിൻ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ സാമ്പാർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ? വരും, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് പരിപ്പൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനൊരു 100 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഉഴുന്ന്, ഒരു 1/2 ടീസ്പൂൺ വെന്തയം, ഇതൊന്ന് ഒരു ചുവന്ന കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കല്യാണ സദ്യക്ക് ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പല ടൈപ്പ് സാമ്പാർ ഉണ്ടാക്കാം നമ്മൾക്ക്, ഉള്ളി കൊണ്ടും, ഇപ്പോൾ സാധാരണ സിമ്പിളായിട്ടുള്ള സാമ്പാർ. പക്ഷേ ഇത് കല്യാണ സദ്യക്ക് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസാണ് ഈ ഉഴുന്ന് പരിപ്പും ഈ വെന്തയും. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം സാമ്പാറിനുള്ളത്. അതിന് കുറച്ച് ചെറിയുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഇത് എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ സാമ്പാർ വറുത്തെടുക്കുമ്പോൾ ആ വറുക്കുന്നതാണ് നമ്മുടെ സാമ്പാറിന് മണം കൂട്ടുന്നത്. അതെല്ലാ ചേരുവകളും കറക്റ്റായി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന്, ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഇതൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി 1 ടീസ്പൂൺ മല്ലി, കൊത്തമല്ലി, സാധാരണ മല്ലിയുടെ, ഞാൻ പൊടിയല്ല എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങളെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെന്തയം, കുരുമുളക് 1 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇത് എണ്ണയിലൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം നമ്മൾ ഇനി തേങ്ങയാണ് വറുക്കാൻ പോകുന്നത്. അതേ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ ഒരു മൂടി ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ. ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കണം. കാരണം നമ്മൾ ഇത് തേങ്ങയുടെ കൂടെ മുളകൊക്കെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ മുളകൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ പൊടി ഐറ്റങ്ങളൊക്കെ ഞാൻ ആദ്യം വറുത്തെടുത്തത്. ഇനി തേങ്ങ സെപ്പറേറ്റ് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങയുടെ വറുവലാണ് സാമ്പാറിന് മണം കൂട്ടുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഗോൾഡൻ കളറായി വരണം. ഇനി ബാക്കിയുള്ള നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഐറ്റം ഇതിലെ ഒന്ന് കൂട്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് കായം ചേർക്കണം. ഞാൻ ഇതിൽ കായത്തിൻ്റെ പൊടിയാണ് 1 ടീസ്പൂൺ എന്ന അളവിൽ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് കായമാണെങ്കിൽ, കട്ട കായമാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞാനിവിടെ കായപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാനുണ്ട്. വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, വഴുതിരിങ്ങ, കപ്പയ്ക്ക, ചെറിയുള്ളി, മുരിങ്ങക്കായ, തക്കാളി, മത്തൻ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ തുടങ്ങാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ചെറിയുള്ളി, കൊത്തവരയ്ക്ക, ഉരുളക്കിഴങ്ങ്,
വഴുതിരിങ്ങ, കപ്പയ്ക്ക കുറച്ച് ഒരു 4 കഷ്ണം എടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ്, എല്ലാം ഒരു ചെറിയ ക്യാരറ്റ്, എല്ലാത്തിനും ഒരു 10 കഷ്ണമോളം മതി. കാരണം ഒത്തിരി ഒരു 6-7 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ കഷ്ണങ്ങൾ കൂടുതലാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ചേർക്കാം. എല്ലാം ഇതുപോലെ കഴുകിയെടുത്ത് ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് മെയിനായിട്ട് ഇനി തക്കാളിയും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇനി ആ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തതൊന്ന് അരിഞ്ഞെടുക്കണം. എനിക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. സാമ്പാറിൻ്റെ മെയിൻ ഐറ്റമാണ് മുരിങ്ങക്കായ. ഞാനിവിടെ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ആയിട്ടുണ്ട്. ഇനി ഈ കഷ്ണം മുങ്ങുന്നവരെ വെള്ളം വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഒരുവിധം ഹാഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഷ്ണങ്ങൾ ഒരു ഹാഫ് വെന്ത ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം ആദ്യമേ ഉപ്പിട്ട് കൊടുത്തു വെച്ചാൽ അതൊന്നും വേഗില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ പരിപ്പ്, അതും കൂടെ ചേർത്താം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി അതിലേക്ക് ഉപ്പ് ചേർക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് പുളിയും കൂടെ ഒഴിക്കാം കേട്ടോ. കാരണം വെണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒപ്പം തന്നെ പുളി ഒഴിക്കണം, അല്ലെങ്കിൽ ആ വെണ്ടയ്ക്ക് ഒരു വഴുവഴുപ്പായി പോവും. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാണ് സാമ്പാറിന് ഈ പുളി. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ പുളിയൊക്കെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. തിളയൊക്കെ വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, വഴുതിരിങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് വറുത്ത തേങ്ങ ഉണ്ടല്ലോ, അതിന് വെള്ളം കലക്കിയിട്ടാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. ഇനി സാമ്പാർ പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കണം. കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷമാണ് സാമ്പാർ പൊടി ചേർക്കേണ്ടത്. അതൊന്ന് കട്ട പിടിക്കാതെ എല്ലാവിടെയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. അപ്പോൾ ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2ാമത്തെ തവണയാണ്. അപ്പോൾ മൊത്തം 2 ടീസ്പൂൺ ഞാൻ കായപ്പൊടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ വെന്ത ശേഷം കായം ചേർക്കുന്നതാണ് ഇത് ഈ സാമ്പാറിന് മണം കൂട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു തിളയും കൂടെ വരണം. ഒന്ന് അടച്ച് വെച്ച് ഒരു തിള വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്, കായ ഇട്ടതിൻ്റെ മണം. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസായ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉഴുന്നുപൊടി ചേർക്കുന്നത്. ഇതാണ് നമ്മൾ കല്യാണ സദ്യക്ക് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ചേർക്കുന്നത്. ഇതാണ് കല്യാണ സദ്യയുടെ മെയിൻ ഐറ്റം. സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഉഴുന്നുപൊടി ചേർക്കാറില്ല. ഇത് എനിക്ക് വേറൊരു ആളെ റെസിപ്പി പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ ഞാനിത് അറിയുന്നത്. കാരണം ഇനി കുറച്ച് മല്ലിത്തഴയും കൂടെ ചേർക്കാം.
എനിക്കറിയില്ല. കാരണം നമ്മൾ എത്ര നമ്മളെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കിയാലും കല്യാണ സദ്യയുടെ സാമ്പാർ ഒരു പ്രത്യേക രുചിയും ഒരു മണമാണ്. അപ്പോൾ അതെന്താണ് അതിൻ്റെ സസ്പെൻസ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് ഞാൻ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കല്യാണ സദ്യക്ക് സാമ്പാർ ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് കണ്ടതാണ് ഇങ്ങനെയാണ്. അപ്പോൾ അവർ മെയിനായിട്ട് ചേർക്കുന്നത് ഇതാണ്. ഇത് ആരും പറഞ്ഞു കൊടുക്കില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സസ്പെൻസ് കിട്ടി ഇത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചു കൊട്ടാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് സാമ്പാറിലേക്ക് കൊട്ടാം. അപ്പോൾ ഓണം സ്പെഷ്യൽ സദ്യ വിഭവം സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളുടെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തുടർന്ന് എൻ്റെ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം.